ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ വ്യക്തിപരമായിട്ട് ആരെയും തന്നെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അല്ല കേട്ടോ. നമുക്കറിയാം, നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത് ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞിട്ടുള്ള ആ പേരാണ്. അപ്പോൾ അതിന് പിന്നിലുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിന് എന്താണ് ആ പേര് ഇത്രയധികം ചർച്ചയായത് എന്നുള്ള വിഷയം നമ്മളെല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ആ പേരിനോടൊപ്പം ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നവുമായിട്ട് ഏറ്റവും കൂടുതൽ ബാധിച്ച് കിടക്കുന്ന ഒരാളാണ് അഫ്സൽ. ജാസ്മിൻ ജാഫറിനെ കുറിച്ചിട്ടുള്ള എന്തൊരു കാര്യമായാലും അതിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചെടുക്കുന്ന ഒരാളാണ് അഫ്സൽ. അപ്പോൾ അഫ്സലിനെതിരെ പലതരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. പല ആളുകളും അഫ്സലിനെ പറ്റിയിട്ട് മോശം പറയുന്ന ആളുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും നാൾ അഫ്സൽ മിണ്ടാതിരിക്കുകയായിരുന്നു. ഇതിനെതിരെ പ്രത്യേകിച്ചുള്ള പ്രതികരണം കാര്യങ്ങളൊന്നും അഫ്സൽ തന്നിട്ടില്ല. എന്നാൽ ഇന്നലെ ബിഗ് ബോസിൽ ജാസ്മിൻ പറഞ്ഞൊരു കാര്യത്തിനെതിരെയുള്ള ഒരു ക്ലാരിഫിക്കേഷനുമായിട്ട് ഇപ്പോൾ അഫ്സൽ ലൈവിൽ വന്നിട്ടുണ്ട്. 1.5 വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ട് എന്നാണ് എന്നെ പറഞ്ഞിട്ടുള്ളത്. 1.5 വർഷം പോലും ആയിട്ടില്ല. 1 വർഷം ആവാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ജാസ്മിനെ പരിചയപ്പെടുന്നത് ആക്ച്വലി അസ്ലാം മാർലിയുടെ കല്യാണത്തിനാണ്. അത് ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ, അപ്പോൾ അഫ്സൽ പറയുന്ന കാര്യം ഇതാണ്. അതിൽ ആ വീഡിയോ എന്താ പറയുക, ബിഗ് ബോസിനകത്ത് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു അഫ്സൽ ജാസ്മിനും ആയിട്ട് 1.5 വർഷത്തോളമുള്ള ഒരു ബന്ധമാണ്, അല്ലെങ്കിൽ ആ ഒരു റിലേഷനിലായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അഫ്സൽ അതിനെ പൂർണ്ണമായിട്ടും എതിരാക്കിയിട്ട് പറയുന്നുണ്ട്, ഞാനും ജാസ്മിനും തമ്മിൽ 1.5 വർഷം പോയിട്ട് 1 വർഷത്തെ പോലും അടുപ്പമില്ല എന്നാണ് പറയുന്നത്. അതായത് ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഏകദേശം 1 വർഷം ആവുന്നേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ജാസ്മിൻ അതിനകത്ത് ഇത്രയും നുണകൾ പറഞ്ഞത്? കുറേ നാളുകളായി ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു, പക്ഷേ ഇനി മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, ഇതിന് ഞാൻ പ്രതികരിച്ചേ മതിയാവൂ എന്നുള്ള രീതിയിലാണ് അഫ്സൽ ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അഫ്സൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ജാസ്മിനുമായിട്ട് പരിചയപ്പെടുന്നത് തന്നെ അസ്ലയുടെ കല്യാണത്തിൻ്റെ ടൈമിലായിരുന്നു. അതിന് മുന്നേ എനിക്ക് ജാസ്മിനുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ജാസ്മിൻ ഒരു യൂട്യൂബറാണോ മറ്റൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ആ ഒരു ടൈമിൽ അസ്ലയുടെ കല്യാണത്തിൻ്റെ ടൈമിലാണ് ഞാൻ ജാസ്മിനായിട്ട് ആദ്യമായിട്ട് കാണുന്നത്, പരിചയപ്പെടുന്നതെല്ലാം എന്നാണ് അഫ്സൽ പറയുന്നത്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ എന്താ പറയുക, ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട്, അതുപോലെ തന്നെ ജാസ്മിനെ വെറുക്കുന്ന ആളുകളുമുണ്ട്. അതെന്തായാലും സ്വാഭാവികമായിട്ട് അവരുടെ ഇഷ്ടം, ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാതിരിക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടം. അതിലൊന്നും നമുക്ക് തലയിടാനൊരു അർഹതയുമില്ല. അത് അവരുടെ ഒരു ചോയ്സാണ്. ആരിഷ്ടപ്പെടണം ആരിഷ്ടപ്പെടേണ്ട എന്ന് തീരുമാനിക്കുന്നത്. അവരുടെ പ്രവൃത്തി കാരണം, അല്ലെങ്കിൽ ഈ ജാസ്മിൻ്റെ പ്രവൃത്തി കാരണം ഇതിൽ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്ന പേരാണ് അഫ്സൽ. അപ്പോൾ അതുകൊണ്ടാണ് അഫ്സൽ ഇത്തരത്തിലുള്ള ഒരു ലൈവുമായിട്ട് മുന്നോട്ട് വന്നത്. പിന്നെ അഫ്സൽ ലാസ്റ്റ് പറയുന്ന ഒരു കാര്യം എന്നിട്ട്, ഈ ഒരു ഷോയിൽ നിന്ന് എന്ത് മെസ്സേജാണ് അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അഫ്സൽ. അത് കറക്റ്റ് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. കാരണം ശരിയാണ് അഫ്സൽ ചോദിക്കുന്ന ചോദ്യം. ഇതിൽ നിന്ന് എന്തൊരു മെസ്സേജാണ് ആളുകൾക്ക് എത്തിക്കുന്നത്? ഒരു റിലേഷനിലാവുന്ന ടൈമിൽ തന്നെ മറ്റൊരു റിലേഷനിലാവണം, അല്ലെങ്കിൽ ആ ബന്ധങ്ങൾക്കൊന്നും വില കൽപ്പിക്കാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള മെസ്സേജാണോ കൊടുക്കുന്നത് എന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യമല്ല, അഫ്സൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത്തരത്തിലുള്ള എന്ത് മെസ്സേജാണ് ബിഗ് ബോസ് ഈ ഒരു ഷോയിലൂടെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതെന്ന്.